മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് ഇരുമ്പിളിയം പഞ്ചായത്തിൽ 1970 ഫാർമസിസ്റ്റായ പത്മനാഭപിള്ളയുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ജനിച്ച ഗീതാപിള്ള കളരിക്കൽ സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസവും ഇരുമ്പിളിയം ഹൈസ്കൂളിൽ തുടർ പഠനവും കഴിഞ്ഞ് ഉപരിപഠനം പൂർത്തിയാക്കിയത് വളാഞ്ചേരി MES കോളേജിലായിരുന്നു. പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാലയിൽ നിന്നും അധ്യാപക പഠനം പിന്നിട്ട ടീച്ചർ സ്കൂൾ കോളേജ് പഠനകാലത്ത് തന്നെ വിവിധ മേഖലകളിൽ അസാമാന്യ വൈഭവം പ്രകടിപ്പിച്ച് കലാരംഗത്തും തിളങ്ങിത്തെളിഞ്ഞ താരകമായി ശ്രദ്ധ നേടിയിരുന്നു. 1991 സ്രാമ്പിക്കൽ വിജയൻ മാസ്റ്ററുടെ പത്നിയായി കന്മനം ദേശത്തേക്ക് കടന്നുവന്നു. 1991 തന്നെ പാർക്കൽ സ്കൂൾ കവാടത്തിന്റെ അനുഗ്രഹമായി വിദ്യാലയത്തിലേക്ക് കടന്നുവന്ന ടീച്ചർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്കൂളിന്റെ അഭിവാജ്യ ഘടകമായി മാറി. ജന്മസിദ്ധമായി കിട്ടിയ അധ്യാപന മികവുകൊണ്ട് വിദ്യാലയത്തെ ഉന്നതിയിലെത്തിച്ച ടീച്ചർ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു. കലാസാഹിത്യ മേഖലകൾ, LSS സ്കോളർഷിപ്പ് തുടങ്ങി എല്ലാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഗീത ടീച്ചർ ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്ന റിസോഴ്സ് പേഴ്സണായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം തുടർച്ചയായി പഞ്ചായത്ത് കലാമേളയിൽ സ്കൂളിന് 1ാം സ്ഥാനം കിട്ടിയതിലും സ്ഥിരതയോടെ LSS വിജയികളെ സൃഷ്ടിച്ചതിലും ടീച്ചർക്കുള്ള പങ്ക് നിസ്തുലമാണ്. 35 വർഷത്തെ സുസ്ഥിര സേവനത്തിന് പാർക്കൽ സ്കൂൾ എന്നും കടപ്പെട്ട പ്രിയപ്പെട്ട മാതൃകാ മനീഷി ഗീത ടീച്ചറെ മറുപടി പ്രസംഗത്തിനു വേണ്ടി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത ശ്രീ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഏറ്റവും നല്ല രക്ഷിതാക്കളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതുവരെ എന്നെയും മഹദുമാഷയെയും കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ, അതുപോലെ തന്നെ സ്നേഹോപഹാരങ്ങൾ, എല്ലാറ്റിനും ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ മനസ്സിപ്പോൾ തിരമാലകളുള്ള ഒരു സമുദ്രം പോലെ ഇങ്ങനെ അലയടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാനായിട്ട് എൻ്റെ പ്രിയ സഹപ്രവർത്തകരും അതുപോലെ തന്നെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ സ്റ്റേജിൽ കയറിയാൽ ഒരു പാട്ട് പാടണമെന്ന്. അപ്പോൾ എല്ലാവരും ഇതുവരെ പ്രസംഗം കേട്ട് ബോറടിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു പാട്ടിലൂടെ ഞാൻ തുടങ്ങാം. പാടട്ടെ? എൻ്റെ മനസ്സാണ് എൻ്റെ ഈ പാട്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാലമെൻ്റെ കാതിൽ മെല്ലെ മൂളിയോ, നീറുമെൻ്റെ ഉള്ളം കാതറിഞ്ഞുവോ. കാലമെൻ്റെ കാതിൽ മെല്ലെ മൂളിയോ, നീറുമെൻ്റെ ഉള്ളം കാതറിഞ്ഞുവോ. ഞാൻ നിവർന്ന് പാടുവാൻ പഠിച്ചൊരാലയം, എൻ്റെ ചിറകുകൾക്ക് ശക്തിയേകി ഈ വിദ്യാലയം. ഞാൻ നിവർന്ന് പാടുവാൻ പഠിച്ചൊരാലയം, എൻ്റെ ചിറകുകൾക്ക് ശക്തിയേകി ഈ വിദ്യാലയം. കാലമെൻ്റെ കാതിൽ മെല്ലെ മൂളിയോ, നീറുന്നെൻ്റെ ഉള്ളം കാതറിഞ്ഞുവോ. ഞാൻ നിവർന്ന് പാടുവാൻ പഠിച്ചൊരാലയം, എൻ്റെ ചിറകുകൾക്ക് ശക്തിയേകി ഈ വിദ്യാലയം. എത്രയെത്ര തലമുറകൾക്കറിവ് പകർന്നു ഞാൻ, എത്രയെത്ര ശിഷ്യരെ സ്വന്തമാക്കി. എത്രയെത്ര തലമുറകൾക്കറിവ് പകർന്നു ഞാൻ, എത്രയെത്ര ശിഷ്യരെ സ്വന്തമാക്കി. ഇന്നും എനിക്കേറെ ഇഷ്ടം അധ്യാപനം, ഇനിയുള്ള നാളുകൾ ഈ ഓർമ്മകൾ മാത്രം. ഇനിയുള്ള നാളുകൾ ഈ ഓർമ്മകൾ മാത്രം.
കാലമെൻ്റെ കാതിൽ മെല്ലെ മൂളിയോ, നീറും എൻ്റെ ഉള്ളം കാതറിഞ്ഞുവോ. ഞാൻ നിവർന്ന് പാടുവാൻ പഠിച്ചൊരാലയം, എൻ്റെ ചിറകുകൾക്ക് ശക്തിയേകി ഈ വിദ്യാലയം. എൻ്റെ ലോകം എൻ്റെ സ്വപ്നം മാഞ്ഞിടുന്നുവോ, എൻ്റെ മനസ്സിൽ ഇന്ന് നൊമ്പരത്തിൻ കനലെരിഞ്ഞുവോ. എൻ്റെ മോഹം എൻ്റെ ലോകം മാഞ്ഞിടുന്നുവോ, എൻ്റെ മനസ്സിൽ ഇന്ന് നൊമ്പരത്തിൻ കനലെരിഞ്ഞുവോ. ഞാൻ നടന്ന പാതയോരം കാത്തിരുന്നുവോ, നാളെ കനവുകളിൽ പരിഭവത്തിൻ കഥകൾ പറയുമോ. ഞാൻ നടന്ന പാതയോരം കാത്തിരുന്നുവോ, നാളെ കനവുകളിൽ പരിഭവത്തിൻ കഥകൾ പറയുമോ. കാലമെൻ്റെ കാതിൽ മെല്ലെ മൂളിയോ, നീറുമെൻ്റെ ഉള്ളം കാതറിഞ്ഞുവോ. ഞാൻ നിവർന്ന് പാടുവാൻ പഠിച്ചൊരാലയം, എൻ്റെ ചിറകുകൾക്ക് ശക്തിയേകി ഈ വിദ്യാലയം. ഞാൻ നിവർന്ന് പാടുവാൻ പഠിച്ചൊരാലയം, എൻ്റെ ചിറകുകൾക്ക് ശക്തിയേകി ഈ വിദ്യാലയം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 35 വർഷമായി ഈ വിദ്യാലയത്തിൽ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി ഞാനും മഹദ് മാസ്റ്ററും ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുകയാണ്. ഒരുപാട് മധുരമുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഞങ്ങളുടെ കുട്ടികളിൽ നിന്നും ഞങ്ങൾക്ക് സമ്പത്തായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അംബീഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്കാലത്ത് പഠിച്ച് ആരാവുമെന്ന് ആര് ചോദിച്ചാലും എനിക്കൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ടീച്ചർ എന്നതായിരുന്നു. എന്തായാലും ആ ഒരു ആഗ്രഹം സഫലീകരിക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ദൈവത്തിനും അതുപോലെ എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ അധ്യാപകർക്കും ഈ വേളയിൽ ആത്മാർത്ഥമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. 1985 എൻ്റെ SSLC പഠനം പൂർത്തിയാകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നീടുള്ള എൻ്റെ പ്രീ ഡിഗ്രി കാലം വളാഞ്ചേരി MGS കോളേജിലായിരുന്നു. അവിടെ നിന്നും പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ച എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെ തന്നെ ഡിഗ്രിക്കൊക്കെ പോയിട്ട് ഒരു BEd നേടിയെടുത്ത് ഒരു ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ അച്ഛന് എത്രയും പെട്ടെന്ന്, വർഷങ്ങൾ കൂടുതൽ കളയാതെ എത്രയും പെട്ടെന്ന് എന്നെ ഒരു ടീച്ചർ ആക്കുവാനായിരുന്നു അച്ഛൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എന്നെ TTCക്ക് പറഞ്ഞയക്കുകയും 88-90 കാലഘട്ടത്തിൽ ഞാൻ TTC പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 91 മാർച്ച് 27 ഈ വിദ്യാലയത്തിൽ അന്നുണ്ടായിരുന്ന അധ്യാപകനായ വിജയൻ മാസ്റ്റർ എന്നെ വിവാഹം കഴിക്കുകയും 91 ജൂലൈ 16 ഞാൻ ഈ വിദ്യാലയത്തിൽ അധ്യാപികയാവുകയും ചെയ്തു. അന്ന് മാഷ് ഇവിടുത്തെ അധ്യാപകനായി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് PSCക്ക് എഴുതി വേറൊരു വിദ്യാലയത്തിലേക്ക് പോയെങ്കിലും ഈ ഒരു വിദ്യാലയത്തെ വിട്ടു പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. കാരണം ഒന്നാമത് എൻ്റെ വീടിൻ്റെ അടുത്താണ് വിദ്യാലയം, പിന്നെ ഇവിടുത്തെ കുട്ടികളെ, ഇവിടുത്തെ ഈ അധ്യാപക സുഹൃത്ത് കൂട്ടായ്മ, ഇതൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിൽ എനിക്ക് നീണ്ട ഈ 35 വർഷക്കാലം പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഇന്ന് ഒരു പ്രധാന അധ്യാപികയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ, അതുപോലെ തന്നെ വിജയേട്ടൻ്റെ വീട്ടുകാർ, ബന്ധുക്കൾ, ഇവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം, അവരുടെ എല്ലാം സ്നേഹം, അതുപോലെ തന്നെ എന്നെ പിന്താങ്ങൽ, ഇതെല്ലാം ഒപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു വേദിയിൽ ഇതുപോലെ അഭിമാനകരമായി എൻ്റെ ഈ 34 വർഷം ആത്മാർത്ഥമായി പൂർത്തിയാക്കുവാൻ സാധിച്ചതെന്ന് ഞാൻ ഈ വേളയിൽ ഓർമ്മിപ്പിക്കുന്നു. അവരോട് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ്. അതിലുപരി ഞാൻ ഈ ഒരു വർഷം പ്രധാന അധ്യാപികയായപ്പോൾ ഇവിടെ എല്ലാവരും പലരും സൂചിപ്പിച്ചു, മുൻ അധ്യാപകരൊക്കെ തന്നെ സൂചിപ്പിച്ചു, ഞാൻ ഒരിക്കലും ഒരു പ്രധാന അധ്യാപികയാവുക എന്ന കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എനിക്ക്
ഇവിടെ എൻ്റെ കുട്ടികളോടൊപ്പം അങ്ങനെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ആ ഒരു HM ആയി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത നമുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് HM ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജോലികളെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. അലിക്കുട്ടി മാഷ് പറഞ്ഞതുപോലെ കുറച്ചു കാലം അലിക്കുട്ടി മാഷിയുടെ കൂടെ നിന്ന് ഞാൻ പഠിക്കുകയും പിന്നെ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ഈ വിദ്യാലയത്തിൻ്റെ നെടുന്തൂണ് എന്ന് തന്നെ പറയപ്പെടുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഫ്സലായിരുന്നു. എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്ന് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അതുപോലെ തന്നെ സർവീസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും എനിക്ക് സഹായിച്ചു തന്ന അലിക്കുട്ടി മാഷ്, അതുപോലെ സ്റ്റാഫ് സെക്രട്ടറിയായ നൗഫൽ മാഷ് ഒരു താങ്ങും തണലുമായി എപ്പോഴും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്നോടൊപ്പം നിന്നിരുന്നു. അതുപോലെ തന്നെ സുധ ടീച്ചർ, ജയശ്രീ ടീച്ചർ, ലൈല ടീച്ചർ, അങ്ങനെ എല്ലാവരും ഓരോ കാര്യത്തിലല്ലെങ്കിൽ ഓരോ കാര്യത്തിൽ. ഇപ്പോൾ ഇസ്മയിൽ മാഷായിരുന്നു താനൂർ ഓഫീസിൽ പോകുവാനുള്ള കാര്യങ്ങൾ സഹായിച്ചു തന്നിരുന്നത്. അതുപോലെ ഇവിടെ ജൂനിയേഴ്സായ എല്ലാ അധ്യാപകരും ഒറ്റക്കെട്ടായി നിന്ന് എന്നോടൊപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കാലഘട്ടവും പൂർത്തിയാക്കാൻ വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കുവാനും സാധിച്ചത് എന്നും കൂടി സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ ഒരു ഈ വിദ്യാലയം എന്നത് എൻ്റെ ഒരു തൊഴിലിടം മാത്രമായിരുന്നില്ല, എൻ്റെ എല്ലാമായിരുന്നു ഈ വിദ്യാലയം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു എനിക്കെല്ലാം. ഈ ഒരു വർഷം ഞാൻ പ്രധാന അധ്യാപിക ആയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 34 വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് സമയം തികയാത്ത ഓരോ അവസരം തോന്നിയിട്ടുണ്ട്. 10 മണിക്ക് വന്ന് 4:30 ഇവിടുന്ന് പോകുമ്പോൾ ഇത്ര സമയം പോരാ, ഇനിയും കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ, എൻ്റെ മുന്നിലെത്തുന്ന ഓരോ കുട്ടിയുടെയും മികവുകളും പോരായ്മകളും കണ്ടെത്തുവാൻ, അവരോടൊപ്പം അവരെ ചേർത്ത് പിടിക്കുവാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഞാൻ വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. അതുപോലെ ഒരുപാട് HMമാരുടെ കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് മാസ്റ്റർ, പ്രേമരാജൻ മാസ്റ്റർ, അതുപോലെ റസാഖ് മാസ്റ്റർ, പൂക്കോയ മാസ്റ്റർ, അലിക്കുട്ടി മാസ്റ്റർ, ഇങ്ങനെ ഒരുപാട് HMമാരുടെ കീഴിൽ നല്ലൊരു സഹപ്രവർത്തകയായി പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്നും ഇന്നും നല്ല ഒരു കൂട്ടായ്മയാണ്, അധ്യാപക കൂട്ടായ്മ തന്നെയാണ് ഇവിടുത്തെ ഓരോ വിജയങ്ങളുടെയും പിന്നിലുള്ള നമ്മുടെ ഒരു മികവ് എന്നുകൂടി ഈ വേളയിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സഹകരിക്കുക മാനേജ്മെൻറ്റ്, എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം നിന്ന മാനേജ്മെൻറ്റിൻ്റെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ഒരു പുതിയ കെട്ടിടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് പോലെ ആവുകയാണെങ്കിൽ, ആ കെട്ടിടമൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ നമുക്ക് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഭൗതിക സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒരു ഉയർന്ന വിദ്യാലയമായി തന്നെ മാറ്റാൻ നമുക്ക് സാധിക്കും. അടുത്ത വർഷം തന്നെ ഇതിൻ്റെ പണി ഒരുവിധം, അടുത്ത അധ്യയന വർഷം തന്നെ ഒരുവിധം പണി ഇതിൻ്റെ പൂർത്തിയാക്കുവാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും സഹകരിക്കുന്ന PTA, അതുപോലെ MTA, വെൽഫെയർ, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ, പിന്നെ നമ്മുടെ കുട്ടികൾ, നാട്ടുകാർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ രക്ഷിതാക്കൾ, എല്ലാവരുടെയും സഹകരണം ഈ 35 വർഷക്കാലം മാറി മാറി വരുന്ന PTAയും MTAയും ഒക്കെ ആണെങ്കിലും ഓരോരുത്തരും ഇവിടെ സ്കൂളിനെ ചേർത്ത് പിടിക്കുവാനും അതുപോലെ തന്നെ എന്നോട് സ്നേഹത്തോടെ പെരുമാറുവാനും എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ വിദ്യാലയത്തിലുള്ള ഇപ്പോഴുള്ള അധ്യാപകരെല്ലാവരും തന്നെ കരുത്തരായ, മിടുക്കരായ ഒരു പറ്റം തലമുറ തന്നെയാണ്. അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വേളയിൽ ഉറപ്പു തരിക കൂടി ചെയ്യുകയാണ്. ഒരുപാട് ഉയരത്തിൽ നമ്മുടെ വിദ്യാലയം വളരേണ്ടതുണ്ട്. വിദ്യാലയം വളരുമെന്നും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ ഈ വേളയിൽ എന്നോടൊപ്പം വിരമിക്കുന്ന എൻ്റെ സഹപ്രവർത്തകൻ തന്നെയായ, ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ വർഷം ഒരേ മാസം ഈ വിദ്യാലയത്തിൽ ജോയിൻ ചെയ്തവരാണ്. അദ്ദേഹത്തോടുള്ള എന്നോട് അടുപ്പം ഇവിടെ പറഞ്ഞ് അറിയിക്കുവാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്നുകൂടി ഈ വേളയിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇത്രയും പ്രൗഢഗംഭീരമായൊരു യാത്രയപ്പ് ഞങ്ങൾ, അതുപോലെ തന്നെ വാർഷികാഘോഷവും ഈ വർഷം സംഘടിപ്പിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകർ കയ്യും മെയ്യും മറന്നാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയത്. അതുപോലെ തന്നെ ഒപ്പം ചേർന്ന് നിന്ന PTA, MTA, വെൽഫെയർ എല്ലാവരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരും ഒഴിഞ്ഞു നിന്നിട്ടില്ല. എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ വേളയിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഈ വാർഷികം അതുപോലെ തന്നെ പുതിയ ഒരു പ്രതീക്ഷയും മനോഹരമായ ഓർമ്മകളും നിറയ്ക്കട്ടെ. നമ്മുടെ വിദ്യാലയം വാനോളം ഉയരട്ടെ.
എന്നുകൂടി ആശംസിക്കുകയാണ്. ഇവിടെ നിന്ന് വളർന്നു വരുന്ന ഓരോ കുട്ടിയും സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, വീടിൻ്റെ വെളിച്ചമായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ വേളയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.